വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ട് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും അതോടൊപ്പം തന്നെ BJP-യിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്ത് തരം അട്ടിമറികളായിരിക്കും വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അതിനിടയിൽ തന്നെയും പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് BJP-യിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള ഒരു ഒഴുക്ക് വളരെ വലിയ തോതിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പല ജില്ലകളിൽ നിന്നായി വളരെ വലിയ തോതിൽ തന്നെ പ്രവർത്തകരും നേതാക്കളും അടക്കം BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സിറ്റുവേഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ 250ഓളം CPM പ്രവർത്തകരും നേതാക്കളും അടക്കം ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് എത്തി എന്നുള്ള വാർത്ത. ഇത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പ് അതിന് മുന്നോടിയായിട്ട് തന്നെയും നിരവധി പേരാണ് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുതൽ വളരെ നല്ല രീതിക്കുള്ള ഒരു ഒഴുക്കാണ് ഇടതുപക്ഷത്തിൽ നിന്നും BJP-യിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു പണി കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെയും ഒരു കൂട്ട കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. അതിന് വഴിയൊരുക്കാതെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലുള്ളവരെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ട് എന്നത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതും മറികടന്നുകൊണ്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട്, അതും വലതുപക്ഷത്തിലേക്ക് പോവാതെ BJP-യിലേക്ക് തന്നെ പോകുന്ന ആ ഒരു ലക്ഷ്യം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ തോതിൽ തന്നെ ആലപ്പുഴ കായംകുളത്ത് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. CPM വിട്ടുകൊണ്ട് തന്നെ 200-ൽ കൂടുതൽ പേരാണ് ഈ പറയുന്ന തരത്തിൽ ആലപ്പുഴ കായംകുളത്ത് നിന്ന് മാത്രമായിട്ട് BJP-യിലേക്ക് കൂട്ടമായി ചേർന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായ ഒരു കാര്യമെന്ന് പറയുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ആ ഒരു വലിയ തോൽവി അത് മറികടന്നുകൊണ്ട് ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിന് തടയിടാനായിട്ട് വലതുപക്ഷവും BJP-യും ശ്രമിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിനിടയിലും ഇതുപോലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ പണിയായി മാറും, അല്ലെങ്കിൽ അത് വളരെ വലിയ തോതിൽ ഒരു തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്.